94 പ്രഭാതമുരളി ബാബ്ദാദ മധുബൻ. ബാബ പറയുന്നു, മധുരമായ കുട്ടികളെ, ബാബ വന്നിരിക്കുകയാണ് മുഴുവൻ ലോകത്തിലെയും നിലവിളികൾ ഇല്ലാതാക്കി ജയ ജയ ഘോഷം ഉണ്ടാക്കുവാൻ. പഴയ ലോകത്തിൽ നിലവിളികളാണ്, പുതിയ ലോകത്തിലാണ് ജയ ജയ ഘോഷം. ചോദ്യം: ഏതൊരു ഈശ്വരീയ നിയമം ഉള്ളതിനാൽ ദരിദ്രർ തന്നെയാണ് ബാബയുടെ മുഴുവൻ സമ്പത്തും എടുക്കുന്നത്, ധനികർക്ക് എടുക്കാൻ സാധിക്കുന്നില്ല? ഉത്തരം: ഈശ്വരീയ നിയമമാണ് പൂർണ്ണമായും ബഗറാകൂ. എന്തെല്ലാം ഉണ്ടോ അതിനെ മറന്നേക്കൂ. അപ്പോൾ ദരിദ്രരായ കുട്ടികൾ സഹജമായി തന്നെ മറക്കുന്നു. എന്നാൽ ധനികർ സ്വയം സ്വർഗത്തിലാണ് എന്ന് വിചാരിക്കുന്നു. അവരുടെ ബുദ്ധിയിൽ എല്ലാം മറക്കുന്നില്ല. അതിനാൽ ആർക്കാണോ ധനസമ്പത്തുകളുടെ മിത്രസംബന്ധികളുടെ ഓർമ്മയുണ്ടായിരിക്കുന്നത് അവർക്ക് സത്യമായ യോഗി ആകുവാനേ സാധിക്കില്ല. അവർക്ക് സ്വർഗത്തിൽ ഉയർന്ന പദവി ലഭിക്കുക സാധ്യമല്ല. ഓം ശാന്തി. മധുരമധുരമായ നിശ്ചയബുദ്ധികളായ കുട്ടികൾ നല്ല രീതിയിൽ അറിയുന്നുണ്ട്. അവർക്ക് ഉറച്ച നിശ്ചയമുണ്ട്. ബാബ വന്നിരിക്കുകയാണ് മുഴുവൻ ലോകത്തിലെയും വഴക്കുകൾ ഇല്ലാതാക്കുന്നതിനായി. ആരാണോ ബുദ്ധിശാലികളും വിവേകശാലികളുമായ കുട്ടികൾ, അവർ അറിയുന്നുണ്ട് ഈ ശരീരത്തിൽ ബാബ വന്നിരിക്കുന്നു. ആ ഒന്നിൻ്റെ നാമവും ശിവ് ബാബ എന്നാണ്. എന്തിനു വേണ്ടി വന്നിരിക്കുന്നു? നിലവിളികൾ ഇല്ലാതാക്കി ജയ ജയ ഘോഷം ഉണ്ടാക്കുവാൻ. മൃത്യുലോകത്തിൽ എത്ര വഴക്കും മറ്റുമാണുള്ളത്. എല്ലാവർക്കും കണക്കുകൾ സമാപ്തമാക്കി പോകേണ്ടതുണ്ട്. അമരലോകത്തിൽ വഴക്കുകളുടെ കാര്യമില്ല. ഇവിടെ എത്ര വഴക്കുകൾ ഉണ്ടായിരിക്കുന്നു. എത്ര കോർട്ടും ജഡ്ജും മറ്റുമുണ്ട്. ലഹളകൾ നടക്കുകയാണ്. വിദേശത്തും മറ്റും നോക്കൂ, നിലവിളികളാണ്. മുഴുവൻ ലോകത്തിലും പ്രശ്നങ്ങൾ വളരെയധികമുണ്ട്. ഇതിനെ പറയുന്നത് പഴയ തമോ പ്രധാന ലോകം എന്നാണ്. ചപ്പ് ചവറുകൾ തന്നെയാണുള്ളത്. കാട് തന്നെ കാടാണ്. പരിധിയില്ലാത്ത ബാബ ഇതെല്ലാം ഇല്ലാതാക്കുന്നതിനായി വന്നിരിക്കുന്നു. ഇപ്പോൾ കുട്ടികൾ വളരെയധികം ബുദ്ധിശാലികളും വിവേകശാലിയും ആകേണ്ടതുണ്ട്. അഥവാ കുട്ടികൾ തമ്മിലും അടിയും വഴക്കും ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ ബാബയുടെ സഹായി എങ്ങനെയാകും? ബാബയ്ക്കാണെങ്കിൽ വളരെയധികം സഹായികളായ കുട്ടികൾ വേണം, ബുദ്ധിമാന്മാരും വിവേകശാലികളും. അവരിൽ ഒരു പ്രശ്നങ്ങളും ഉണ്ടായിരിക്കരുത്. ഇതും കുട്ടികൾ മനസ്സിലാക്കുന്നുണ്ട്. ഇത് പഴയ ലോകമാണ്. അനേകം ധർമ്മങ്ങളുണ്ട്. തമോ പ്രധാനമായ വിഷ്യസ് വേൾഡാണ്. മുഴുവൻ ലോകവും പതീതമാണ്. പതീതമായ പഴയ ലോകത്തിൽ വഴക്കു തന്നെ വഴക്കാണ്. ഇതെല്ലാം ഇല്ലാതാക്കുന്നതിനും ജയ ജയ ഘോഷം ഉണ്ടാക്കുന്നതിനും ബാബ വന്നിരിക്കുകയാണ്. ഓരോരുത്തർക്കും അറിയാം ഈ ലോകത്തിൽ എത്ര ദുഃഖവും അശാന്തിയുമാണുള്ളത്. അതിനാൽ വിശ്വത്തിൽ ശാന്തി ഉണ്ടാകണം എന്നാഗ്രഹിക്കുന്നു. ഇപ്പോൾ മുഴുവൻ വിശ്വത്തിലും ശാന്തി ഏതെങ്കിലും മനുഷ്യന് എങ്ങനെ ഉണ്ടാക്കുവാൻ സാധിക്കും? പരിധിയില്ലാത്ത ബാബയെ കല്ലിലും മൺകട്ടയിലും ചേർത്തിരിക്കുന്നു. ഇതും കളിയാണ്. ബാബ കുട്ടികൾക്ക് മനസ്സിലാക്കിച്ചു തരുന്നു. ഇപ്പോൾ നിവർന്നു നിൽക്കൂ, ബാബയുടെ സഹായിയാകൂ. ബാബയിൽ നിന്നും തൻ്റെ രാജ്യഭാഗ്യം നേടണം. കുറവല്ല, അളവറ്റ സുഖമാണ്. ബാബ പറയുന്നു, മധുരമായ കുട്ടികളെ, ഡ്രാമയനുസരിച്ച് നിങ്ങളെ പരിധിയില്ലാത്ത ബാബ പദമാപദം ഭാഗ്യശാലി ആക്കുവാൻ വന്നിരിക്കുന്നു. ഭാരതത്തിൽ ഈ ലക്ഷ്മി നാരായണൻ രാജ്യം ഭരിച്ചിരുന്നു. ഭാരതം സ്വർഗമായിരുന്നു. സ്വർഗത്തെ തന്നെയാണ് വണ്ടർ ഓഫ് വേൾഡ് എന്ന് പറയുന്നത്. ത്രേതയെയും പറയുകയില്ല. ഇങ്ങനെയുള്ള സ്വർഗത്തിൽ വരുന്നതിനുള്ള പുരുഷാർത്ഥം കുട്ടികൾ ചെയ്യേണ്ടതുണ്ട്. ആദ്യം വരേണ്ടതുണ്ട്. നമ്മൾ സ്വർഗത്തിൽ വരണം, ലക്ഷ്മി അഥവാ നാരായണൻ ആകണം എന്ന് കുട്ടികൾ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ഇപ്പോൾ ഈ പഴയ ലോകത്തിൽ വളരെയധികം നിലവിളികൾ ഉണ്ടാകേണ്ടതുണ്ട്. രക്തത്തിൻ്റെ നദികൾ ഒഴുകേണ്ടതുണ്ട്. രക്തത്തിൻ്റെ നദികൾക്ക് ശേഷം നെയ്യുടെ നദികൾ ഉണ്ടാകും. അതിനെ പറയുന്നത് ക്ഷീരസാഗരം എന്നാണ്.
ഇവിടെയും വലിയ കുളങ്ങൾ നിർമ്മിക്കുന്നു. പിന്നെ ഒരു നിശ്ചയിക്കപ്പെട്ട ദിവസമുണ്ടാകും. അന്ന് വന്ന് അതിൽ പാലൊഴിക്കുന്നു. അതിൽ പിന്നെ സ്നാനം ചെയ്യുന്നു. ശിവലിംഗത്തിലും പാൽ ഒഴിക്കുന്നു. സത്യയുഗത്തിൻ്റെയും ഒരു മഹിമ ഇതാണ്, അവിടെ നെയ്യുടെയും പാലിൻ്റെയും നദികളുണ്ട് എന്ന്. അങ്ങനെ ഒരു കാര്യവുമില്ല. ഓരോ 5000 വർഷത്തിനു ശേഷവും നിങ്ങൾ വിശ്വത്തിൻ്റെ അധികാരിയാകുന്നു. ഈ സമയത്ത് നിങ്ങൾ അടിമയാണ്, പിന്നെ നിങ്ങൾ ചക്രവർത്തിയാകുന്നു. മുഴുവൻ പ്രകൃതിയും നിങ്ങളുടെ ദാസിയായിരിക്കും. അവിടെ ഒരിക്കലും നിയമവിരുദ്ധമായി മഴ ഉണ്ടാവുകയില്ല. നദികൾ കവിഞ്ഞൊഴുകുകയില്ല. ഒരു ഉപദ്രവവും ഉണ്ടാകുന്നില്ല. ഇവിടെ നോക്കൂ, എത്ര ഉപദ്രവങ്ങളാണ്. അവിടെ ഉറച്ച വൈഷ്ണവരായിരിക്കുന്നു, വികാരി വൈഷ്ണവരല്ല. ഇവിടെയും ആരെങ്കിലും വെജിറ്റേറിയൻ ആയെങ്കിൽ അവരെ വൈഷ്ണവർ എന്ന് പറയുന്നു. എന്നാൽ അല്ല, വികാരത്തിലൂടെ അന്യോന്യം വളരെയധികം ദുഃഖം നൽകുന്നു. ബാബ എത്ര നല്ല രീതിയിൽ മനസ്സിലാക്കിക്കുന്നു. ഗ്രാമത്തിലെ ബാലൻ എന്ന് മഹിമയുമുണ്ട്. ശ്രീകൃഷ്ണൻ ഗ്രാമത്തിലേതാവുക സാധ്യമല്ല. അത് വൈകുണ്ഠത്തിൻ്റെ അധികാരിയാണ്. പിന്നെ 84 ജന്മങ്ങൾ എടുക്കുന്നു. ഇതും ഇപ്പോൾ നിങ്ങൾ അറിയുന്നുണ്ട്. നമ്മൾ ഭക്തിയിൽ എത്ര തിക്കും തിരക്കും കൊണ്ടു പൈസ പാഴാക്കി. ബാബു ചോദിക്കുന്നു, നിങ്ങൾക്ക് ഇത്രയും പൈസ നൽകി, രാജ്യഭാഗ്യം നൽകി, എല്ലാം എവിടെ പോയി? നിങ്ങളെ വിശ്വത്തിൻ്റെ അധികാരിയാക്കി. പിന്നെ നിങ്ങൾ എന്തു ചെയ്തു? ബാബ ഡ്രാമയെ അറിയുന്നു. പുതിയ ലോകം തന്നെ പഴയ ലോകവും, പഴയ ലോകം തന്നെ പുതിയ ലോകവുമാകുന്നു. ഇത് ചക്രമാണ്. എന്തെല്ലാം പാസ്റ്റായോ അത് വീണ്ടും റിപ്പീറ്റ് ആകും. ബാബ പറയുന്നു, ഇപ്പോൾ കുറച്ച് സമയമേ ഉള്ളൂ. പുരുഷാർത്ഥം ചെയ്ത് ഭാവിയിലേക്ക് വേണ്ടി ശേഖരിക്കൂ. പഴയ ലോകത്തിലെ എല്ലാം മണ്ണിനോട് ചേരേണ്ടതുണ്ട്. ധനികർ ഈ ജ്ഞാനം സ്വീകരിക്കില്ല. ബാബ ദരിദ്രരുടെ നാഥനാണ്. ദരിദ്രർ അവിടെ ധനികരാകുന്നു, ധനികർ അവിടെ ദരിദ്രരാകുന്നു. ഇപ്പോഴാണെങ്കിൽ കോടി ധാരാളമുണ്ട്. അവർ വരും, പക്ഷേ ദരിദ്രരാകും. അവർ സ്വയം സ്വർഗത്തിലാണ് എന്ന് വിചാരിക്കുന്നു. അത് ബുദ്ധിയിൽ നിന്നും മാറുക സാധ്യമല്ല. ഇവിടെയാണെങ്കിൽ ബാബ പറയുന്നു, സർവ്വതും മറക്കൂ, വെറും ബെഗറായി മാറൂ. ഇക്കാലത്താണെങ്കിൽ കിലോഗ്രാം, കിലോമീറ്റർ തുടങ്ങി എന്തെല്ലാം കണ്ടുപിടിച്ചിരിക്കുന്നു. ഏത് രാജാവ് സിംഹാസനത്തിലിരിക്കുന്നു, അവർ തൻ്റെ ഭാഷ ഉപയോഗിക്കുന്നു. വിദേശത്തുള്ള കാര്യങ്ങൾ പകർത്തുന്നു. സ്വന്തം ബുദ്ധിയില്ല, തമോ പ്രധാനമാണ്. അമേരിക്കയിലും മറ്റും വിനാശത്തിൻ്റെ സാമഗ്രികൾ നോക്കൂ. എത്ര ധനം വിനിയോഗിക്കുന്നു. എയ്റോപ്ലെയിനിൽ നിന്നും ബോംബുകളും മറ്റും വീഴ്ത്തുന്നു. തീ പിടിക്കേണ്ടതുണ്ട്. കുട്ടികൾക്കറിയാം, ബാബ വരുന്നത് തന്നെ വിനാശവും സ്ഥാപനയും ചെയ്യിക്കുവാനാണ്. നിങ്ങളിലും മനസ്സിലാക്കിച്ചു കൊടുക്കുന്നവരെല്ലാം നമ്പർ വൈസാണ്. എല്ലാവരും ഒരുപോലെ നിശ്ചയബുദ്ധിയല്ല. ഏതുപോലെ ബാബ ചെയ്തുവോ ബാബയെ ഫോളോ ചെയ്യേണ്ടത് ആവശ്യമാണ്. പഴയ ലോകത്തിൽ ഈ ചില്ലിക്കാശ് എന്തു ചെയ്യുവാനാണ്? ഇക്കാലത്ത് കടലാസിൻ്റെ നോട്ടിറക്കുന്നു. അവിടെയാണെങ്കിൽ സ്വർണ്ണ നാണയങ്ങളായിരിക്കും. സ്വർണ്ണ കൊട്ടാരങ്ങൾ നിർമ്മിക്കപ്പെടുന്നു. അപ്പോൾ സ്വർണ്ണ നാണയങ്ങൾക്ക് അവിടെ എന്ത് മൂല്യമാണുള്ളത്? എല്ലാം സൗജന്യത്തിൽ എന്ന പോലെയാണ്. സദോ പ്രധാന ഭൂമിയാണല്ലോ. ഇപ്പോഴാണെങ്കിൽ പഴയതായിരിക്കുന്നു. അത് സദോ പ്രധാന പുതിയ ലോകമാണ്. തീർത്തും പുതിയ ഭൂമിയാണ്. നിങ്ങൾ സൂക്ഷ്മവതനത്തിലേക്ക് പോകുന്നു. അപ്പോൾ ഷൂബീരസ് ഫ്രൂട്ട് ജ്യൂസും മറ്റും കുടിക്കുന്നു. പക്ഷെ അവിടെ വൃക്ഷത്തിൻ്റെയോ മറ്റോ കാര്യമില്ല, മൂലവതനത്തിലുമില്ല. എപ്പോഴാണോ നിങ്ങൾ വൈകുണ്ഠത്തിൽ പോകുന്നത്, അപ്പോൾ അവിടെ നിങ്ങൾക്ക് സർവ്വതും ലഭിക്കുന്നു. ബുദ്ധിയെ ഉപയോഗപ്പെടുത്തൂ. സൂക്ഷ്മവതനത്തിൽ വൃക്ഷം ഉണ്ടായിരിക്കില്ല. വൃക്ഷം ഭൂമിയിലാണുള്ളത്, ആകാശത്തല്ല. ബ്രഹ്മ മഹത്തത്വം എന്ന പേരുണ്ടെങ്കിലും പോളാറാണ്. ഏതുപോലെ ഈ സ്റ്റാർ ആകാശത്തിൽ നിൽക്കുകയാണ്, അതേപോലെ നിങ്ങൾ വളരെ ചെറിയ ചെറിയ ആത്മാക്കൾ നിൽക്കുന്നു. സ്റ്റാർസ് കാഴ്ചയിൽ വലുതായി കാണപ്പെടുന്നു. ബ്രഹ്മതത്വത്തിൽ വലിയ വലിയ ആത്മാക്കളൊന്നും ഉണ്ടായിരിക്കില്ല.
ഇത് ബുദ്ധി കൊണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കണം, വിചാരസാഗര മഥനം ചെയ്യണം. അപ്പോൾ ആത്മാക്കളും മുകളിൽ വസിക്കുന്നു, ചെറിയ ബിന്ദുവാണ്. ഈ എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് ധാരണ ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ ആരെയെങ്കിലും ധാരണ ചെയ്യിക്കാൻ സാധിക്കും. ടീച്ചർ തീർച്ചയായും സ്വയം അറിയുന്നുണ്ട്, അപ്പോഴാണ് മറ്റുള്ളവരെ പഠിപ്പിക്കുന്നത്. ഇല്ലെങ്കിൽ പിന്നെ എന്ത് ടീച്ചറാണ്? എന്നാൽ ഇവിടെ ടീച്ചേഴ്സും നമ്പർ വൈസാണ്. കുട്ടികളായി നിങ്ങൾക്ക് വൈകുണ്ഠത്തെയും മനസ്സിലാക്കാൻ സാധിക്കുന്നു. നിങ്ങൾ വൈകുണ്ഠം കണ്ടിട്ടില്ല എന്നല്ല, വളരെയധികം കുട്ടികൾ സാക്ഷാത്കാരം കണ്ടു. അവിടെ സ്വയംവരം എങ്ങനെ നടക്കുന്നു, എന്ത് ഭാഷയാണ്, എല്ലാം കണ്ടു. അവസാനവും നിങ്ങൾ സാക്ഷാത്കാരം കാണും. എന്നാൽ കാണുന്നത് യോഗയുക്തം ആയവരാണ്. പിന്നെ ആർക്കാണോ തൻ്റെ മിത്രസംബന്ധികളും ധനസമ്പത്തുകളും ഓർമ്മ വന്നുകൊണ്ടിരിക്കുന്നത്, അവർ എന്ത് കാണുവാനാണ്? സത്യമായ യോഗി തന്നെയാണ് അന്തിമം വരെ ഉണ്ടായിരിക്കുന്നത്. അവരെ ബാബ കണ്ട് സന്തോഷിക്കും. പുഷ്പങ്ങളുടെ പൂന്തോട്ടം ഉണ്ടാകുന്നു. ധാരാളം പേരാണെങ്കിൽ 10-15 വർഷം ഉണ്ടായിരുന്ന ശേഷം പൊയ്ക്കളയുന്നു. അവരെ എരിക്കിൻ പൂവ് എന്ന് പറയും. മമ്മയ്ക്കും ബാബയ്ക്കും വേണ്ടിയും ഡയറക്ഷൻ കൊണ്ടുവന്നിരുന്നവരും ഡ്രിൽ ചെയ്യിച്ചിരുന്നവരുമായ വളരെ നല്ല നല്ല പുത്രിമാർ ഇന്നില്ല. പുത്രിമാരും ഇതറിയുന്നുണ്ട്. ബാബ്ദാദയ്ക്കും അറിയാം, മായ വളരെ ബലവാനാണ്. ഇത് മായയോടുള്ള ഗുപ്ത യുദ്ധമാണ്, ഗുപ്ത കൊടുങ്കാറ്റാണ്. ബാബ പറയുന്നു, മായ നിങ്ങളെ വളരെ ശല്യം ചെയ്യും. ഇത് തോൽവിയുടെയും ജയത്തിൻ്റെയും ഉണ്ടാക്കപ്പെട്ട ഡ്രാമയാണ്. നിങ്ങളുടെ യുദ്ധം ഏതെങ്കിലും ആയുധങ്ങൾ കൊണ്ടുള്ളതല്ല. ഭാരതത്തിൻ്റെ ഈ പ്രാചീന യോഗം പ്രസിദ്ധമാണ്. ആ യോഗബലത്തിലൂടെ നിങ്ങൾ ഇതാകുന്നു. ബാഹുബലത്തിലൂടെ ആർക്കും വിശ്വത്തിൻ്റെ ചക്രവർത്തി പദം നേടാൻ സാധിക്കില്ല. കളിയും വണ്ടർഫുള്ളാണ്. 2 പൂച്ചകൾ അടികൂടിയതിനെക്കുറിച്ചും വെണ്ണയെക്കുറിച്ചുമുള്ള കഥയുണ്ട്. സെക്കൻഡിൽ വിശ്വത്തിൻ്റെ ചക്രവർത്തി പദം എന്ന് പറയുകയും ചെയ്യുന്നു. പുത്രിമാർ സാക്ഷാത്കാരം കാണുന്നു. ശ്രീകൃഷ്ണൻ്റെ വായിൽ വെണ്ണ ഉള്ളതായി പറയുന്നു. വാസ്തവത്തിൽ ശ്രീകൃഷ്ണൻ്റെ വായിൽ പുതിയ ലോകം കാണുന്നു. യോഗബലത്തിലൂടെ നിങ്ങൾ വിശ്വത്തിൻ്റെ ചക്രവർത്തി പദമായ വെണ്ണ നേടുന്നു. രാജ്യത്തിന് വേണ്ടി എത്ര യുദ്ധം നടക്കുന്നു, എത്ര പേർ യുദ്ധത്തിലൂടെ ഇല്ലാതാകുന്നു. ഈ പഴയ ലോകത്തിൻ്റെ കണക്കുകൾ സമാപ്തമാകേണ്ടതുണ്ട്. ഈ ലോകത്തിലെ ഒരു വസ്തുവും അവശേഷിക്കേണ്ടതില്ല. ബാബയുടെ ശ്രീമത്താണ് കുട്ടികളെ ഹിയർ നോ ഈവിൾ, സീ നോ ഈവിൾ. അവർ കുരങ്ങന്മാരുടെ ഒരു ചിത്രം ഉണ്ടാക്കിയിരിക്കുന്നു. ഈ കാലത്താണെങ്കിൽ മനുഷ്യരുടേതും ഉണ്ടാക്കുന്നു. മുൻപ് ചൈനയുടെ ഭാഗത്ത് നിന്നും ആനക്കൊമ്പിലെ വസ്തുക്കൾ വരുമായിരുന്നു. വളകളും സ്വർണത്തിൻ്റേത് അണിഞ്ഞിരുന്നു. ഇവിടെയാണെങ്കിൽ ആഭരണങ്ങളും മറ്റും അണിയുന്നതിനായി മൂക്കും കാതും തുളയ്ക്കുന്നു. സത്യയുഗത്തിൽ മൂക്കും കാതും തുളയ്ക്കേണ്ട ആവശ്യമില്ല. ഇവിടെയാണെങ്കിൽ മായ ഇങ്ങനെയാണ്, അത് എല്ലാവരുടെയും മൂക്കും കാതും മുറിക്കുന്നു. കുട്ടികളായി നിങ്ങൾ ഇപ്പോൾ സ്വച്ഛമാകുന്നു. അവിടെ നാച്ചുറൽ ബ്യൂട്ടി ഉണ്ടായിരിക്കും. ഏതെങ്കിലും വസ്തു പുരട്ടേണ്ട ആവശ്യമില്ല. ഇവിടെയാണെങ്കിൽ ശരീരവും തമോ പ്രധാന തത്വങ്ങളാൽ ഉണ്ടാക്കപ്പെട്ടതാണ്. അതിനാൽ രോഗങ്ങളും മറ്റും ഉണ്ടാകുന്നു. അവിടെ ഈ കാര്യങ്ങൾ ഉണ്ടാകുന്നില്ല. ഇപ്പോൾ നിങ്ങളുടെ ആത്മാവിന് വളരെയധികം സന്തോഷമുണ്ട്. നമ്മളെ പരിധിയില്ലാത്ത ബാബ പഠിപ്പിച്ച് നരനിൽ നിന്നും നാരായണൻ അഥവാ അമരപുരിയുടെ അധികാരിയാക്കുന്നു. അതിനാൽ മഹിമയുണ്ട്. അതീന്ദ്രിയ സുഖം എന്താണ് എന്ന് ചോദിക്കണമെങ്കിൽ ഗോപികമാരോട് ചോദിക്കൂ. ഭക്തർ ഈ കാര്യങ്ങളൊന്നും അറിയുന്നില്ല. നിങ്ങളിലും സന്തോഷമുണ്ടായിരിക്കണം. ഈ കാര്യങ്ങൾ സ്മരിച്ചുകൊണ്ടുമിരിക്കണം. ഇങ്ങനെയുള്ള കുട്ടികൾ വളരെ കുറവാണ്. അബലകളുടെ മേൽ എത്ര അത്യാചാരമുണ്ടാകുന്നു. ദ്രൗപദിയുടെ മഹിമയുണ്ട്. അതെല്ലാം പ്രാക്ടിക്കലിൽ നടന്നുകൊണ്ടിരിക്കുന്നു. ദ്രൗപദി എന്തുകൊണ്ട് വിളിച്ചു? ഇത് മനുഷ്യർ അറിയുന്നില്ല. ബാബ മനസ്സിലാക്കിച്ചു തന്നു, നിങ്ങൾ ഏവരും ദ്രൗപദിമാരാണ്. ഫീമെയിൽ സദാ ഫീമെയിൽ തന്നെയാകുന്നു എന്നൊന്നുമില്ല.
2 തവണ ഫീമെയിൽ ആയേക്കാം, കൂടുതലില്ല. മാതാക്കൾ വിളിക്കുന്നു, ബാബ രക്ഷിക്കൂ. നമ്മളെ ദുശാസനൻ വികാരത്തിന് വേണ്ടി ശല്യം ചെയ്യുന്നു. ഇതിനെ പറയുന്നത് വേശ്യാലയം എന്നാണ്. സ്വർഗത്തെ പറയുന്നത് ശിവാലയം എന്നാണ്. വേശ്യാലയം രാവണന്റെ സ്ഥാപനയാണ്. ശിവാലയം ശിവ് ബാബയുടെ സ്ഥാപനയാണ്. നിങ്ങൾക്ക് നോളജും നൽകുന്നു. ബാബയെ നോളജ്ഫുൾ എന്നും പറയുന്നു. നോളജ്ഫുൾ എന്നാൽ എല്ലാവരുടെയും ഹൃദയങ്ങളെ അറിയുന്നവൻ എന്നല്ല. ഇതിലൂടെ എന്ത് നേട്ടം? ബാബ പറയുന്നു, ഈ സൃഷ്ടിയുടെ ആദിമധ്യ അന്ത്യത്തിൻ്റെ നോളജ് എനിക്കല്ലാതെ മറ്റാർക്കും നൽകാൻ സാധിക്കില്ല. ഞാൻ തന്നെയാണ് നിങ്ങളെ ഇരുന്ന് പഠിപ്പിക്കുന്നത്. ജ്ഞാനസാഗരം ഒരേ ഒരു ബാബയാണ്. അത് ഭക്തിയുടെ പ്രാപ്തിയാണ്. സത്യത്രേതാ യുഗങ്ങളിൽ ഭക്തി ഉണ്ടായിരിക്കില്ല. പഠനത്തിലൂടെ തന്നെയാണ് രാജധാനി സ്ഥാപിതമായിക്കൊണ്ടിരിക്കുന്നത്. പ്രസിഡന്റ് തുടങ്ങിയവരെ നോക്കൂ, എത്ര മന്ത്രിമാരാണുള്ളത്. അഡ്വൈസ് നൽകുന്നതിനായി മന്ത്രിയെ വയ്ക്കുന്നു. സത്യയുഗത്തിൽ മന്ത്രിയെ വെക്കേണ്ട ആവശ്യമില്ല. ഇപ്പോൾ ബാബ നിങ്ങളെ വിവേകശാലിയാക്കുന്നു. ഈ ലക്ഷ്മി നാരായണനെ നോക്കൂ, എത്ര വിവേകശാലിയായിരുന്നു. പരിധിയില്ലാത്ത ചക്രവർത്തി പദം ബാബയിൽ നിന്നും ലഭിക്കുന്നു. ബാബയുടെ ശിവജയന്തി ആഘോഷിക്കുന്നു. തീർച്ചയായും ശിവബാബ ഭാരതത്തിൽ വന്ന് വിശ്വത്തിൻ്റെ അധികാരി ആക്കിയ ശേഷം പോയിട്ടുണ്ട്. ലക്ഷക്കണക്കിന് വർഷങ്ങളുടെ കാര്യമൊന്നുമില്ല, ഇന്നലത്തെ കാര്യമാണ്. ശരി, കൂടുതൽ എന്ത് മനസ്സിലാക്കിക്കുവാനാണ്? ബാബ പറയുന്നു, മന്മനാഭവ. വാസ്തവത്തിൽ ഈ പഠനം സൂചനയുടേതാണ്. ശരി, മധുരമധുരമായ സിഖില്ലതെ കുട്ടികൾക്ക് മാതാവും പിതാവുമായ ബാബ്ദാദയുടെ സ്നേഹസ്മരണകൾ. ഗുഡ് മോർണിംഗ്. ആത്മീയ പിതാവിൻ്റെ ആത്മീയ കുട്ടികൾക്ക് നമസ്തേ. ധാരണയ്ക്കുള്ള മുഖ്യസാരം: ബാബയുടെ പൂർണ്ണ സഹായിയാകുന്നതിനായി ബുദ്ധിശാലിയും വിവേകശാലിയും ആകണം. ഉള്ളിൽ യാതൊരു കുഴപ്പങ്ങളും ഉണ്ടാകരുത്. സ്ഥാപനയുടെയും വിനാശത്തിൻ്റെയും കർത്തവ്യത്തെ കാണുമ്പോഴും പൂർണ്ണമായും നിശ്ചയബുദ്ധിയായി ബാബയെ ഫോളോ ചെയ്യണം. പഴയ ലോകത്തിലെ ചില്ലിക്കാശിൽ നിന്നും ബുദ്ധിയെ മാറ്റി പൂർണ്ണമായും ബഗറാകണം. മിത്രസംബന്ധികൾ, ധനസമ്പത്തുകൾ തുടങ്ങി സർവ്വതും മറക്കണം. വരദാനം: സംഘടനയിൽ ഇരിക്കവേ സർവരുടെയും സ്നേഹിയായി ബുദ്ധിയുടെ ആശ്രയം ഒരു ബാബയെ ആക്കി മാറ്റുന്ന കർമ്മയോഗിയായി ഭവിക്കട്ടെ. ചില കുട്ടികൾ സംഘടനയിൽ സ്നേഹിയാകുന്നതിന് പകരം വേറിട്ടവരായി മാറുന്നു. എവിടെയെങ്കിലും കുടുങ്ങിപ്പോകരുത്, ഇതിൽ നിന്നും അകന്നിരിക്കുന്നതാണ് നല്ലത് എന്ന് ഭയപ്പെടുന്നു. എന്നാൽ പാടില്ല. 21 ജന്മം പരിവാരത്തിൽ ഇരിക്കേണ്ടതുണ്ട്. അഥവാ ഭയന്ന് അകന്നു മാറുകയാണെങ്കിൽ ഇതും കർമ്മ സന്യാസിയുടെ സംസ്കാരമായി. കർമ്മയോഗിയാണ് ആകേണ്ടത്, കർമ്മ സന്യാസി അല്ല. സംഘടനയിലിരിക്കൂ, സർവരുടെയും സ്നേഹിയാകൂ. എന്നാൽ ബുദ്ധിയുടെ ആശ്രയം ഒരു ബാബ ആകണം, രണ്ടാമതാരുമില്ല. ബുദ്ധിയെ ഏതെങ്കിലും ആത്മാവിൻ്റെ കൂട്ടുകെട്ടോ ഗുണമോ ഏതെങ്കിലും വിശേഷതയോ ആകർഷിക്കരുത്. അപ്പോൾ കർമ്മയോഗി പവിത്ര ആത്മ എന്ന് പറയും. സ്ലോഗൻ: ബാബ്ദാദയുടെ റൈറ്റ് ഹാൻഡ് ആകൂ, ലെഫ്റ്റ് ഹാൻഡ് അല്ല. ഓം ശാന്തി. യോഗത്തിൻ്റെ അഭ്യാസം. മനസ്സിനെ സ്വച്ഛവും ബുദ്ധിയെ സ്പഷ്ടവുമാക്കി ഞാൻ സൂക്ഷ്മ ആത്മസ്വരൂപത്തിൽ സ്ഥിതി ചെയ്യുന്നു. എൻ്റെ സൂക്ഷ്മ
സങ്കല്പത്തിലൂടെ ഞാൻ ബാബയുമായി കൂടിക്കാഴ്ച ആഘോഷിക്കുന്നു. പരമധാമമാകുന്ന ജ്യോതിദേശത്തിൽ പരമാത്മാ ജ്യോതിയിൽ എൻ്റെ ബുദ്ധിയെ ഞാൻ അർപ്പിക്കുന്നു. എൻ്റെ മനസ്സിനെ ഞാൻ സമർപ്പിക്കുന്നു. ജ്യോതി സ്വരൂപനായ ബാബയുടെ കിരണങ്ങളുടെ പ്രഭാവത്തിൽ ഞാൻ സ്ഥിതി ചെയ്യുന്നു. എൻ്റെ സ്വരൂപം പ്രഭു സ്നേഹത്താൽ നിറഞ്ഞതാകുന്നു. എൻ്റെ സ്വരൂപം സമ്പൂർണ്ണ സ്വച്ഛമാകുന്നു. ഈ സമ്പന്ന സ്ഥിതിയിൽ സ്ഥിതി ചെയ്തുകൊണ്ട് പ്രഭു സ്നേഹത്തിൻ്റെയും പവിത്രതയുടെയും പ്രകാശവീചികൾ മുഴുവൻ വിശ്വത്തിലേക്കും ഞാൻ വ്യാപിപ്പിക്കുന്നു.